നവരാത്രി അവധിക്ക് ശേഷം നിയമസഭ ഇന്ന് വീണ്ടും ചേരും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. 6 ബില്ലുകൾ ഇന്ന് സഭയുടെ പരിഗണനയിൽ. സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടാൽ വിസിമാർ യോഗം വിളിക്കണമെന്ന ബില്ലടക്കം സഭയിൽ വരും. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം പ്രധാന അജണ്ട. പ്രതിഷേധ പരിപാടികൾ യോഗത്തിൽ തീരുമാനിക്കും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും വിലയിരുത്തും. KPCC DCC പുനഃസംഘടനയും സൈബർ ആക്രമണങ്ങളും ചർച്ചയായേക്കും. CMRL എക്സാലോജിക് ഇടപാട് ഇന്ന് സുപ്രീം കോടതിയിൽ. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടൻ MLA ഹർജി പരിഗണിക്കും. ഹർജി പരിഗണിക്കുക ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ച്. സുപ്രീം കോടതിയെ സമീപിച്ചത് വിജിലൻസ് അന്വേഷണ ആവശ്യം ഹൈക്കോടതിയും വിജിലൻസ് കോടതിയും തള്ളിയതോടെ. കാസർഗോഡ് കുമ്പള സ്കൂളിലെ പലസ്തീൻ അനുകൂല മൂകാഭിനയം ഇന്ന് അവതരിപ്പിക്കും. കഴിഞ്ഞ ദിവസം അധ്യാപകൻ മൂകാഭിനയം തടഞ്ഞിരുന്നു. ആരോപണ വിധേയരായ 2 അധ്യാപകരെയും മാറ്റി നിർത്തും. വിവാദത്തെ തുടർന്ന് നിർത്തിവെച്ച കലോത്സവം ഇന്ന് പുനരാരംഭിക്കും. രാജസ്ഥാനിൽ ICUവിലെ തീപിടുത്തത്തിൽ 6 രോഗികൾ മരിച്ചു. തീപിടിച്ചത് ജയ്പൂരിലെ സവായ് മാൻസിംഗ് ആശുപത്രി. മരിച്ചവരിൽ 2 സ്ത്രീകളും 4 പുരുഷന്മാരും. 5 പേർ ഗുരുതരാവസ്ഥയിൽ. മരണം തീപിടുത്തത്തെ തുടർന്നുണ്ടായ വിഷവാതകം ശ്വസിച്ച്. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട്. US-ൽ സർക്കാർ ഷട്ട്ഡൌൺ 6ാം ദിനത്തിലേക്ക്. ധനാനുമതി ബില്ലിൽ സെനറ്റിൽ ഇന്ന് വീണ്ടും വോട്ടെടുപ്പ്. ആരോഗ്യ പരിരക്ഷ ആനുകൂല്യം വേണമെന്ന നിലപാടിൽ ഉറച്ച ഡെമോക്രാറ്റുകൾ. ആവശ്യം തള്ളി റിപ്പബ്ലിക്കൻ പാർട്ടിയും വൈറ്റ് ഹൗസും. ധനാനുമതി ബിൽ പരാജയപ്പെടാൻ സാധ്യത. വനിതാ ഏകദിന ലോകകപ്പിലും പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ. ഇന്ത്യൻ വനിതകൾക്ക് 88 റൺസ് ജയം. വിജയത്തിലെത്തിച്ചത് ബോളർമാരുടെ മിന്നും പ്രകടനം. ക്രാന്തി ഗൌഡിനും ദീപ്തി ശർമ്മയ്ക്കും 3 വിക്കറ്റുകൾ. മത്സരശേഷവും പരസ്പരം കൈകൊടുക്കാതെ താരങ്ങൾ.